CPM ഉദയംപേരൂർ നോർത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തെരേക്കൽ TS പങ്കജാക്ഷന്റെ ആത്മഹത്യ പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ്. CPMലെ പല സാമ്പത്തിക ഇടപാടുകളിലും പങ്കജാക്ഷൻ ഉൾപ്പെട്ടിരുന്നു. പാർട്ടിക്ക് സഹായിക്കാമായിരുന്നിട്ടും പ്രതിസന്ധിയിൽ പങ്കജാക്ഷനെ പാർട്ടി കൈയൊഴിഞ്ഞു. ഇന്ന് CPMന്റെ നടക്കാവ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. തൃപ്പൂണിത്തുറ നടക്കാവിലെ CPM നേതാവ് പങ്കജാക്ഷന്റെ ആത്മഹത്യയിൽ പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. പങ്കജാക്ഷന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായി പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ സാമ്പത്തിക ബാധ്യത പാർട്ടി തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. CPMലെ പല സാമ്പത്തിക ഇടപാടുകളിലും പങ്കജാക്ഷൻ ഉൾപ്പെട്ടിരുന്നു. ഉദയംപേരൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK പ്രസാദും പങ്കജാക്ഷനുമായി ചേർന്നായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ. ആ ഇടപാടുകൾ നിയമപരമായിരുന്നോ എന്നും അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് നേരിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാം പാർട്ടിക്ക് പരാതിയും അറിയുന്ന സാഹചര്യത്തിൽ പോലും CPM ഭരിക്കുന്ന ആ സൊസൈറ്റി അദ്ദേഹത്തിന് 1 രൂപയുടെ ഇളവ് ആ ലോൺ അടച്ചു തീർക്കുന്നതിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 1 രൂപയുടെ ഇളവ് CPM ഭരിക്കുന്ന സൊസൈറ്റിയാണ്. അപ്പോൾ പാർട്ടിക്ക് ഇദ്ദേഹത്തോട് എന്തായിരുന്നു സമീപനം എന്നുള്ളത് വലിയ ഒരു ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ്. ചില പ്രശ്നങ്ങളുടെ പേരിൽ പങ്കജാക്ഷനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു. പങ്കജാക്ഷനെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചിരുന്നെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. പങ്കജാക്ഷനെയും കുടുംബത്തെയും CPM ഊരുവിലക്കിയിരുന്നെന്നും ആരോപണമുണ്ട്. പങ്കജാക്ഷനെയും ഭാര്യ ഭാസുരാദേവിയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു. പാർട്ടി നടപടിക്ക് ഏരിയ കമ്മിറ്റി തീരുമാനിച്ച ദിവസമാണ് പങ്കജാക്ഷന്റെ ആത്മഹത്യയെന്നാണ് ആരോപണം. അദ്ദേഹം മരിക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഉദയംപേരൂരിൽ ലോക്കൽ കമ്മിറ്റി കൂടിയുണ്ടായി. ഉദയംപേരൂർ ലോക്കൽ കമ്മിറ്റിയിൽ ഈ വിഷയം ഇദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തോട് തന്നെ ഏകദേശം ഊരുവിലക്ക് നടത്തുന്ന നിലയ്ക്ക് കല്യാണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉൾപ്പെടെ ഇദ്ദേഹത്തിനോട് സഹകരിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തതായിട്ടാണ് ആ കമ്മിറ്റിയിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം മൃതദേഹത്തിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. പോലീസ് ആത്മഹത്യാക്കുറിപ്പ് മറച്ചുവെച്ചു. അന്വേഷണത്തിൽ പോലീസ് ഒളിച്ചുകളി നടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അവര് പോലീസ് പറഞ്ഞത് ആത്മഹത്യാക്കുറിപ്പില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടെന്നും അതിനകത്ത് 2-3 പേരുകളുണ്ട് എന്നും എന്നാൽ പാർട്ടിയെ കുറ്റപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം മാത്രമാണ് അതിനകത്തുള്ളതെന്നാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിക്കപ്പെട്ട പേരുകൾ ആരൊക്കെയാണ്, അതിനകത്തെ ആ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഉത്തരവാദികൾ ആരാണ് എന്നാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഒളിച്ചുകളി നടക്കുന്നു എന്നുള്ള ഒരു സംശയം ഇന്ന് എല്ലാവർക്കും വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് CPM നടക്കാവ് പാർട്ടി ഓഫീസിലെ വായനാമുറിയിൽ പങ്കജാക്ഷനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, എന്തായാലും പങ്കജാക്ഷന്റെ ആത്മഹത്യ അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയുമാണ് അല്ലേ? കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കുക. അതായത് ഈ നേരത്തെ തന്നെ ഈ പങ്കജാക്ഷൻ മരിച്ച ദിവസവും നമ്മള് അവിടെയുള്ള ആളുകളോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എൻക്വയറി നടത്തിയപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഏകദേശം 50 ലക്ഷത്തിന് മേലെ കടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വീടും വസ്തുവും വിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെയായിരുന്നു പാർട്ടി പ്രവർത്തകരായാലും പൊതുജനങ്ങളായാലും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. എന്നാൽ പാർട്ടിയുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് ആരും ആ സമയത്ത് പറഞ്ഞിരുന്നില്ല. പക്ഷെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് പാർട്ടിയിൽ ഇവരുടെ പങ്കജാക്ഷന്റെ ഭാര്യ ഭാസുരാദേവിയും അതുപോലെ മക്കൾ DYFI പ്രവർത്തകരുമാണ്. ഇവർക്കെതിരെ നേരത്തെ പാർട്ടിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവരെ പുറത്താക്കാനും ഇവർക്ക് ഊരുവിലക്ക് കൽപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി കുടുംബങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ ഇവരെ പങ്കെടുപ്പിക്കരുത്, പാർട്ടി ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കരുത്, കല്യാണങ്ങൾക്ക് മറ്റു വിശേഷങ്ങൾക്കും ഒന്നും ഇവരെ ഉൾപ്പെടുത്തരുത്, ഇവരെ ക്ഷണിക്കരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പാർട്ടിയിൽ നിന്നും നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതേസമയം അത് തന്നെയാണ് കോൺഗ്രസും ആരോപിക്കുന്നത്. മാത്രമല്ല TK പ്രസാദ് എന്ന് പറയുന്ന മുൻ ഉദയംപേരൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ
പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടത്തിയിരുന്നു. പങ്കജാക്ഷനും ഈ ഉദയംപേരൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. പ്രസാദുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത്, ലീഗലായിട്ടുള്ള ഇടപാടുകളാണോ നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നാണ് ആവശ്യം. അങ്ങനെയാണ് എന്തായാലും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ്, നമ്മൾ മാധ്യമപ്രവർത്തകരായാലും നമ്മൾ വിളിച്ചപ്പോഴും പോലീസ് പറഞ്ഞത് ആത്മഹത്യാക്കുറിപ്പൊന്നുമില്ല, മരണകാരണം സാമ്പത്തിക പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ്. പക്ഷെ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതിൽ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണ്, അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടാണ് ഇവരാരോപിക്കുന്നത്? പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അതേസമയം 19 ലക്ഷം രൂപയുടെ ഒരു ലോൺ, അതായത് 19 ലക്ഷം രൂപ എന്ന് പറഞ്ഞ പലിശ അടക്കം വന്നിട്ടുള്ള പ്രശ്നമാണ്, തുകയാണ്. ആ ലോൺ ക്ലോസ് ചെയ്യാനുള്ള സാഹചര്യത്തിൽ പോലും ഒരു തരത്തിലും ഒരു രൂപയ്ക്ക് പോലും പാർട്ടി സഹായിച്ചിരുന്നില്ല. ആ മുഴുവൻ പൈസയും അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വാങ്ങി. മാത്രമല്ല ഈ വീടും പറമ്പും ഉൾപ്പെടെ വിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഭാസ്കരദേവിയും പങ്കജാക്ഷനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ തലേദിവസമാണ് അതായത് പുറത്താക്കാൻ പോകുന്നതിന്റെ തലേദിവസമാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഓക്കെ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.